എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും മത്സരത്തിലേക്ക് 3 ദിവസം 4 ദിവസം കണ്ടായി. അതെ, ഈ എപ്പിസോഡ് 2-3 ദിവസം ക്യാമറ ചതിച്ച് 2 ദിവസം നെറ്റ്വർക്ക് ചതിച്ച്. അതെ, എല്ലാവരും ചതിയും കൊണ്ടാട്ടോ വരാണ്ടിരുന്നു. തുടങ്ങിക്കോ. ടൈല് ഹെഡ് നീ എന്ത് കരുതി? ടൈലാന്ന് കരുതി. ഓക്കെ, ഫസ്റ്റ് വൺ വരാഹം. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ട്. നമ്മുടെ SGയുടെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇതാരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ കുറെ ടോർച്ചർ അടിച്ചു നോക്കി, നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് സൂം ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഇത് കാട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമല്ല, ഒരു അനൗൺസ്മെന്റ് ഒരു സാധനം കൊടുക്കാണ്ട് ഇത്രയും വലിയ ഇതെന്ന് പറഞ്ഞ് വരാൻ പോകുന്ന ഒരു സിനിമയാണ്. സർപ്രൈസ് അതിനാണ് സർപ്രൈസ്. ഇപ്പോഴും സർപ്രൈസിൽ നിൽക്കുകയാണ്. അടുത്തത് സസ്പെൻസിലാ. ആന്റണി പെപ്പെ 13ാമത്തെ സിനിമ. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് 6 മണിക്ക്. എബി അലക്സ് അബ്രഹാം, ടോം ജോസഫ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡയറക്ട് ചെയ്യുന്ന സിനിമ. തന്നെ ആയിരിക്കൂലേ രണ്ടുപേരും? എന്തായാലും ഒരു കൊടുത്തിട്ടുള്ളൂ. അതിൽ പഞ്ചുണ്ട്. ആ പഞ്ച് എന്തായാലും നമ്മുടെ ആന്റണി പെപ്പയുടെ പഞ്ചാണ്. പിന്നെ ഇടിയാണെങ്കിൽ ഇടി എന്നുള്ളതിന്റെ സൂചനയാണല്ലോ അത്. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത കീഴ് RC-16. രാം ചരൺ നായകനാവുന്ന RC-16 സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നമ്മുടെ വിജയ് സേതുപതി തന്നിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞതാണ്, അതായത് RC-16ൻ്റെ സ്റ്റോറി തനിക്കറിയാം, അത് വേറെ ലെവൽ സിനിമയായിരിക്കും, അതൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരിക്കും എന്നാണ്. എന്തായാലും ബുജി ബാബു സന ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രതീക്ഷ ഉണ്ട്. വിജയ് സേതുപതി അല്ലേ? SK-23 ശിവകാർത്തികേയന്റെ 23ാമത്തെ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് ഉടൻ പുറത്തു വരും. സിനിമ ഷോട്ടിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. വരട്ടെ, എല്ലാം വരട്ടെ. അടിച്ചു കയറി വാ. പുതിയ ട്രെൻഡ് ആട്ടത് ഫസ്റ്റ് ഷോട്ട്. എനിക്ക് തോന്നുന്നത് സൂര്യ 44 ആണ് കൊണ്ടുവന്നത് തോന്നുന്നു. ഫസ്റ്റ് ഷോട്ട് അല്ലേ? അതെ, അതിന് മുമ്പ് ഫസ്റ്റ് ഷോട്ട് ആയിരുന്നു. ഉണ്ടോ? ഓക്കെ, എന്തായാലും അടുത്ത കിഴി വൃഷഭ. ഉപേക്ഷിച്ച സുഹൃത്തുക്കളെ ഉപേക്ഷിച്ചു. എന്തായാലും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തായിരുന്നു നമ്മുടെ സംവിധായകൻ്റെ പേര്? നന്ദകിഷോറിന് ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ല ഇത് ഡ്രോപ്പൊന്നും ആയിട്ടില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും ആൾ പറയുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ആൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്, നിങ്ങൾ വെറുതെ മോഹിക്കണ്ട, ഇതങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു സാധനം അല്ല എന്നുള്ളത്. തെറ്റിദ്ധരിക്കപ്പെടണ്ട എന്ന് എഴുതിയിട്ട്. അതെ, നോക്കാം. പക്ഷെ ചിലർക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. അതായത് നമ്മൾ ചിലത് ഓർമ്മക്ക് എടുത്ത് വെക്കൂലേ, അങ്ങനെയും പറയാം. പക്ഷെ ആള് പറഞ്ഞത് ഉപേക്ഷിച്ചിട്ടില്ല ഇല്ല എന്നുള്ളതാണ്. അതെ, ഇന്ത്യൻ 2 സിനിമയുടെ ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റും 36 സെക്കൻഡും. അപ്പോൾ അടുത്തത് ഇനി അതാണ്. അപ്പോൾ നമ്മൾ കൽക്കി കണ്ടു, അതുപോലെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടു. എന്തായാലും ഇനി നമുക്ക് ഇന്ത്യൻ 2 ആഘോഷിക്കാം. നല്ല സാധനമായിട്ട് വന്നാൽ മതിയായിരുന്നു. അടുത്ത കിഴി കവിൻ നയൻതാര. ഇവരുടെ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരാൻ പോകുന്നു. നമ്മുടെ ലോകേഷിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിനിമയുടെ സ്റ്റോറി, അതായത് ഒരു യങ്ങായിട്ടുള്ള ഒരു പയ്യൻ, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൻറ്റി, അങ്ങനെ പറയാം, ഒരു ആൻറ്റി ലവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്താ പ്യുവർ ലവ് ആണ്. ഉപേക്ഷിച്ചു. അങ്ങനെ ഭയങ്കര റൂമറുകൾ. അതായത് റംബാൻ ഇനി അംബാനാണ്, അതുപോലെ അംബാൻ റംബാൻ ആവുന്നു. ഇതിനൊക്കെ മറുപടി ആയിട്ട് ചെമ്പൻ വിനോദ് വന്നിട്ടുണ്ട്. ഏത് ഊമ്പനാ അത് പറഞ്ഞത്? ഇപ്പൊ അത് റംബാനിൽ നിന്നും മാറി
അംബാനിലെത്തി ശേഷം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഊമ്പലിലാണ്. ഏത് ഊമ്പലാണോ പറഞ്ഞത്? സംഭവം വിനോദ് പറഞ്ഞ സംഭവത്തിലുള്ളൂ. ചെമ്പൻ ചോദിച്ചു ഏത് ഊമ്പലാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ചെമ്പൻ പറഞ്ഞത്. അതുപോലെ ഇത് ലാലേട്ടനും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ഇത് ഡ്രോപ്പായി മറ്റേ അംബാനെ വെച്ച് ചെയ്യാൻ പോവാണെന്നുള്ള കാര്യമൊക്കെ വെറുതെ ഓരോന്ന് ഇനി ഓരോ അറിയാനുള്ളതാണോ? അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. അറിയുന്നേ ഉള്ളൂ. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. അറിയുന്നേ ഉള്ളൂ പറയാൻ. എന്തായാലും റംബാൻ ഉപേക്ഷിച്ചില്ല തന്നെയാണ് ചെമ്പൻ വിനോദ് ബോധ്യപ്പെടുത്തുന്നത്. സംഭവം ഡിസംബറിൽ തന്നെ തുടങ്ങുന്നൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത്. അതെ അതെ, എന്തായാലും നോക്കാം. ഓക്കെ. സൂര്യ 44. സൂര്യ 44 നമ്മുടെ മലയാളി സുജിത് ശങ്കർ ഓൺ ബോർഡ്. ഓക്കെ. നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ എന്തായിരുന്നു ആളുടെ പേരെന്തായിരുന്നു? ജിൻസൺ. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. അളിയനെ വില്ലൻ. മഹേഷിന് വരവുണ്ടോ? ഞങ്ങളിപ്പോ ആരാന്നറിയോ? ഞങ്ങളിപ്പോ ചങ്കും ചങ്കാണ്. എന്റെ അളിയനെങ്ങാനും തൊട്ടാ അടിയൊക്കെ അന്ന് അല്ലേ അല്ലേ അടിയൊക്കെ ഞങ്ങള് പണ്ട്. ഇപ്പൊ ഞങ്ങൾ അതത്രേ ഉള്ളൂ. കിഴിമച്ചന്മാരെ തല്ലിയിട്ടേ ഇനി ഞാൻ ചെരുപ്പിടുള്ളൂ. ശബദം. ദളപതി 69. ഓക്കേ. സിനിമയുടെ ഷൂട്ട് ഒക്ടോബർ ലാസ്റ്റോട് കൂടി തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ എച്ച് വിനോദിന്റെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. മാറ്റമൊന്നുമില്ലാതെ എച്ച് വിനോദ് തന്നെ തുടരുകയാണ്. അതെ, തുടരും. എന്തായാലും വളരെ നല്ലൊരു സിനിമ ആവട്ടെ. എന്തായാലും നമ്മുടെ ഗോട്ടിന്റെ ഗ്ലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. വേറെ ലെവല് സാധനം. എന്തായാലും അതിന്റെ പ്രതീക്ഷ ഒക്കെ കയറിയില്ലേ? ധാരാളം. ഓക്കെ, അടുത്ത കിഴി. ജ്ഞാപകം എമ്പുരാൻ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രാത്രി ഷൂട്ടിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് ഇട്ടിട്ടുണ്ട്. പൃഥ്വിരാജ് ഇട്ടതാണ്. അല്ലേ ആളുടെ സ്റ്റോറി. നമുക്ക് ഇതൊക്കെ വലിയ അപ്ഡേറ്റുകളാണ്. അടുത്തത് എന്തോ വലുതാണോ? ദൈവമേ, വലുതാവല്ലേ. സമന്ത രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നു. രാജ്കുമാർ ഹിരാനി സിനിമ ഡയറക്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ഓഗസ്റ്റ് 15 ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഡങ്കിക്ക് ശേഷം രാജ്കുമാർ ഹിരാനി ഷാറൂഖ് ഖാന്റെ കൂടെ വീണ്ടും. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതില് സമന്ത നായിക. ഇറ്റ്സ് ഇമ്പോസിബിൾ. നടക്കുമോ? നടക്കും എനിക്ക് തോന്നുന്നില്ല. സമന്ത ഷാറൂഖ് നമ്മുടെ അതൊക്കെ ഓക്കെ. പക്ഷെ സമന്തയും ഷാറൂഖ് ഖാനും തമ്മിലൊരു മാച്ചില്ല അല്ലേ? പ്ലെയർ അല്ലെങ്കിലും ഓക്കെ അല്ലേ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. നയൻതാര ഓക്കെ. സമന്തയും ഷാറൂഖ് ഖാനും വരുമ്പോ പറയണം കേട്ടോ. ഇത് രണ്ടുപേരും ഒരുമിച്ച് ഒരു സോങ് പുറത്തരും. എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രല്ല, രാജ്കുമാർ ഹിരാനി വീണ്ടും സർക്കാരിന്റെ കൂടെ ഡങ്കിക്ക് ശേഷം ഡോങ്കി എന്തായിരുന്നു അത്? പ്രശ്നമൊന്നുമില്ല, നടക്കുമെന്നുള്ളതാണ്. ഇനി സംവിധാനം ചെയ്യും. ഇനി ഷാറൂഖ് ഖാൻ നായകനാകും. മാറിക്കോന്നല്ല, മാർക്കോ. നമ്മുടെ ഉണ്ണിമൂന്നൻ നായകനാവുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിലേക്ക് ദിവസം ഓരോരുത്തരെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു ജില്ലയായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. എത്ര കുട്ടികളെ എടുക്കുന്നത്. പിന്നെ മാത്രമല്ല, അല്ലാതെ തന്നെ ഇതിപ്പോൾ കുട്ടികളെ നമ്മൾ ഒഴിവാക്കി. നമ്മളിനി ഇപ്പോൾ ഇന്നലെ വന്ന ഓൺ ബോർഡായിട്ടുള്ള 3 പേരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് ദിനേശ് പ്രഭാകരൻ, പിന്നെ നമ്മുടെ ലീഷോയ്, പിന്നെ ശ്രീജിത്ത് രവി. അങ്ങനെ 3 പേര് ഓൺ ബോർഡായിട്ട്. സിനിമ ദീപാവലി റിലീസായിട്ട് എത്തും എന്നുള്ള റൂമറുകളുണ്ട് കേട്ടോ. ദീപാവലി റിലീസല്ലേ നമ്മുടെ കങ്കുവൊക്കെ. അപ്പം അതിന്റെ കൂടെ ഒക്കെ ആയിരിക്കും. ഉണ്ണിമൂന്ന് മോശം മുട്ടോ? ഉണ്ണിമൂന്ന് ധൈര്യമുള്ള സത്യം. അതായത് വേറെ വലിയ സിനിമകളുണ്ട് എന്ന് കരുതിയിട്ട് മാറ്റൊന്നും വെക്കൂല. ജയ് ഗണേഷ് ഉണ്ടല്ലേ, അതെ, അതൊരു സത്യം. അവരുടെ പ്രൊഡക്റ്റിൽ അവർക്കൊരു വിശ്വാസം ഉണ്ട്. അത് വേറെ സത്യം. അടുത്തത് ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ ബർത്ത്ഡേ ഷോട്ട് ഗ്ലിംസ് വീഡിയോ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് കൽക്കി ഇന്ത്യൻ 2 സിനിമകളുടെ കൂടെ
അറ്റാച്ച് ചെയ്യും തിയേറ്ററുകൾ. ആ അതൊന്നും വലുതായി കാണും. അത് തിയേറ്ററിലൊന്നും വലുതായിട്ട് കാണേണ്ട തന്നെയാണ്. നമ്മളിപ്പോ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഫീൽ ഉണ്ടാവും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വർക്കുകളൊക്കെ പെർഫെക്ഷൻ, അതെ, പിന്നെ വർക്കിന്റെ ഒക്കെ പെർഫെക്ഷനും ഒന്നറിയാൻ പറ്റും. പിന്നെ ആ AI വെച്ചിട്ടുള്ള ചെക്കനെ ഒന്ന് കാണും. ആ അതും കാണണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം. എന്താണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എത്ര സൂം ചെയ്താലും ഒരു പരിധിയുണ്ട്. ഇതിൽ ആരായിരിക്കും വില്ലൻ അത് പറയാൻ പറ്റുമോ? ഏതിനാടാ? അതായത് നമ്മുടെ ഗോട്ടില് വില്ലൻ ആര്? നായകനെ അറിയാലോ, വിജയ്. വില്ലൻ ആര്? ആ AI വരുന്ന പയ്യനായിരിക്കും. ആ അതായത് വിജയ് തന്നെ. ഒരു സംശയം, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 പേരാണല്ലോ. ഏറ്റവും ചെറുത് ഈ AI കാരം. അതായത് നമ്മൾ ഷോട്ടിൽ കണ്ടില്ലേ ആ വെടി വെക്കുന്ന ആള്, അത് ഏറ്റവും ചെറുത്, ചെറിയ മകൻ. ഫസ്റ്റ് മൂത്ത മകൻ ആയിരിക്കും ഇതിൽ വില്ലൻ. ആ ഓക്കെ, അങ്ങനെ വരാന്ന്. തീർച്ചയായിട്ടും എങ്ങനെ വരാമല്ലോ. ഇപ്പൊ ആരെ വേണമെങ്കിൽ ആക്കാം. അതിന് വേണമെങ്കിൽ വലിയ പ്രായമുള്ള ആൾ, അയാളെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും വേണമെങ്കിൽ. എനിക്ക് തോന്നുന്നു അയാളെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണോ എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ട ആള് നിൽക്കുന്നത് മറ്റേ കുറച്ച് ആ ഒരു ഇതിന്റെ ഉള്ളില് മറ്റേ അങ്ങനത്തെ ഒരു വിജയന്റെ പോലെ തന്നെ രൂപത്തിൽ ഒരാളെ നിർത്തിയിട്ടുള്ള സംഭവമാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഏജ് ഉള്ള ആളാക്കി കൊണ്ടുവരുന്നതാണോ സംഭവം? എന്തായാലും സയൻസ് ഫിക്ഷൻ അല്ലേ, ഒന്ന് സയന്റിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവാം, പിന്നെ നമ്മുടെ ഇന്ത്യൻ പോലീസ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്താണ് നമ്മുടെ വെങ്കട് പ്രഭു ഒരുക്കി വെക്കാൻ പോകുന്നുള്ളത് വളരെ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്താ 2 കൊമ്പ് നാളത്തേനുള്ളതാ? നാളത്തെ കൊമ്പ്.